بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ വിവാഹ മൂല്യം അഥവാ മഹർ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മഹർ നൽകുന്നത് എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ടെന്നും അതിന് ഇസ്ലാം കൽപ്പിച്ച കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും എന്തൊക്കെയാണെന്നും നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹമൂല്യം അഥവാ മഹർ എന്തൊക്കെയാവാം, അതിന് ഇസ്ലാമികമായ പ്രമാണങ്ങളിലും ചരിത്രങ്ങളിലും വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മൂല്യമുള്ള ഏതൊരു വസ്തുവും, അത് പണമായാലും ആഭരണമായാലും വസ്ത്രമായാലും ഇനി ജോലിയാണെങ്കിലും മറ്റേത് നിലക്കുള്ള ഉപകാരപ്രദമായ എന്തും വിവാഹമൂല്യമായി നിശ്ചയിക്കാവുന്നതും ആ രൂപത്തിലുള്ള കരാറിൽ ഏർപ്പെടാവുന്നതുമാണ്. എന്താണ് മഹറായി നൽകേണ്ടത് എന്ന് ഇരു വിഭാഗവും കൂടിയാലോചിച്ച് ഉചിതമായ രീതിയിൽ ഒരു തീരുമാനത്തിലെത്തുന്നതിന് ഇസ്ലാം ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷനും അതുപോലെ തന്നെ വധുവും അതല്ലെങ്കിൽ വധുവിന്റെ രക്ഷിതാക്കളുമായി കൂടിയാലോചിച്ച് ഉചിതമായ നിലക്കുള്ള ഒരു മഹറിന്റെ തീരുമാനത്തിൽ എത്തുന്നത് ഇസ്ലാം അതാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ജോലി ഒരു മഹറായിക്കൊണ്ട് നിശ്ചയിക്കാം എന്നതിന് ഇസ്ലാമിന്റെ പ്രവാചകൻ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ വിവാഹം തന്നെയും അതിന് തെളിവാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ എന്ന പ്രദേശത്ത് എത്തുകയും ചില സംഭവങ്ങൾക്ക് ശേഷം മഹാനവറുകളുടെ വിവാഹം
നടക്കുവാൻ പോകുന്ന ഘട്ടത്തിൽ അവിടത്തേക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അഥവാ ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ 27-28 ആയത്തുകളിലൂടെ വിവരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ വ്യക്തി ആവശ്യപ്പെട്ടത്, ആ വൃദ്ധനായ പിതാവ് ആവശ്യപ്പെട്ട കാര്യം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉൻകിഹക, ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തരുവാൻ ഉദ്ദേശിക്കുന്നു, ഇഹ്ദ ബിനതയ്യ ഹാതൈനി, ഈ രണ്ട് പെൺമക്കളിൽ ഒരാളെ. മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തുകയുണ്ടായ സാഹചര്യവും മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്, അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നാലും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അവിടുന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സംഭവം വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. ഒരു വൃദ്ധനായ പിതാവിന്റെ രണ്ട് പെൺമക്കളെ സഹായിച്ചൊരു വിഷയത്തിന് നന്ദിയായിക്കൊണ്ട് ആ പിതാവ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു സംഭാഷണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. ആ പിതാവ് പറഞ്ഞു മൂസ നബിയോട്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബിനതയ്യ ഹാതൈനി, ഈ നിൽക്കുന്ന രണ്ട് പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അലാ അൻ തഅ്ജുറനി 8 ഹിജജിൻ, 8 കൊല്ലം താങ്കൾ എനിക്ക് കൂലിവേല ചെയ്യണം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് മഹർ. 8 വർഷം എനിക്കിവിടെ ജോലി ചെയ്യണം, അഥവാ ആടിനെ മേക്കുക എന്ന 8 വർഷക്കാലത്തെ ഇടയ ജോലിയാണ് മഹറായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നിട്ട് തുടർന്നുകൊണ്ട് ആ പിതാവ് മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഫഇന്നതുമൻ തഅശറൻ, ഇനി 10 നിങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ഫമിൻ ഇൻദിക, അത് താങ്കളുടെ ഇഷ്ടം. 8 എന്തായാലും നിർബന്ധമാണ്. 10 ആക്കുകയാണെങ്കിൽ അത് താങ്കൾക്ക് യുക്തം പോലെ ചെയ്യാവുന്നതാണ്. വമാ ഉരീദു അൻ അശുഖ അലൈക, ആ വിഷയത്തിൽ താങ്കളുടെ മേൽ നിർബന്ധിപ്പിക്കുവാനോ താങ്കളെ ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സദ്വൃത്തരായ ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ വഴിയെ കണ്ടെത്തുകയും ചെയ്യാം. അങ്ങനെ ഒരു കരാർ അവിടെ നടക്കുകയാണ്. മൂസാ അലൈഹിസ്സലാം അത് സമ്മതിക്കുന്നു. ഖാല ദാലിക ബൈനി വബൈനക അയ്യമൽ അജലൈനി ഖദൈതു ഫലാ ഉദ്വാന അലയ്യ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. മൂസ നബി അലൈഹിസ്സലാമിന്റെ മറുപടിയാണ് ഈ കേട്ടത്. അദ്ദേഹം ആ പിതാവിനോട് പറയാണ്, ദാലിക, അതെ, ആ കാര്യമാണ് ബൈനി വബൈനക, എന്റെയും നിങ്ങൾക്കുമിടയിലുള്ള ഒരു കരാറായിക്കൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. അയ്യമൽ അജലൈനി ഖദൈതു, താങ്കൾ പറഞ്ഞിട്ടുള്ള 2 അവധികളിൽ ഏത് ഞാൻ നിർവഹിച്ചാലും, 8 ആയാലും ഇനി 10 ഞാൻ നിർവഹിക്കുന്നതെങ്കിലും അതെന്റെ ഇഷ്ടമാണ്. അത് ഞാൻ നിർവഹിക്കുമ്പോൾ ഫലാ ഉദ്വാന അലയ്യ, എന്റെ മേൽ അതിരുകവിയാൻ പാടില്ല, എന്റെ മേൽ പരിധി വിടാൻ പാടില്ല, ശത്രുത പാടില്ല. വല്ലാഹു അലാ മാ നഖൂലു വകീൽ, നാം പറയുന്ന കാര്യത്തിന് അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹുവാണ് നമുക്കിടയിലുള്ള ഈ കാര്യത്തിനുള്ള വക്കീല്, എല്ലാം അവനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വൃദ്ധ പിതാവിനോട് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അലൈഹിസ്സലാം വിവാഹം കഴിക്കേണ് ആ വൃദ്ധ പിതാവിന്റെ ഒരു മകളെ. അതിന് ആ പിതാവ് ആവശ്യപ്പെട്ട മഹറാണെന്ത്? 8 കൊല്ലക്കാലം ഇവിടെ കൂലിവേല ചെയ്യണം, അതാണ് മഹർ, വേറൊന്നുമില്ല. 8 കൊല്ലം ഇവിടെ എന്റെ വീട്ടിൽ ആടുകളെ മേക്കുക എന്ന കൂലിവേല ചെയ്യണം. ഇനി 10 ആക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, അത് എനിക്ക് നിർബന്ധമല്ല, പക്ഷെ 8 നിർബന്ധമാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ കരാർ സ്വീകരിക്കുന്നു. ശരി, അതെനിക്കും നിങ്ങൾക്കുമിടയിലുള്ള കരാറായി ഞാൻ അംഗീകരിക്കുന്നു. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ പൂർത്തിയാക്കിയാൽ പിന്നെ മറ്റൊന്നും അതിനെ സംബന്ധിച്ചുള്ള സംസാരമില്ല, നമ്മൾ ഈ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ് എന്നും പറഞ്ഞ് ആ വിവാഹം നടക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് മഹറായി കൊടുത്തത്? ഏതെങ്കിലും ഒരു വസ്തുവല്ല, ഒരു പണമല്ല,
മറിച്ച് ഒരു ജോലി ചെയ്യാണ്, ജോലി ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ആ വിവാഹം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് മഹർ നിശ്ചയിക്കാം. മൂല്യമുള്ളൊരു പണം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ആഭരണം തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന മറ്റൊരു സംഭവം നമ്മൾ മുമ്പൊരിക്കൽ ഒരു സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സഅദ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ വിവാഹം കഴിക്കുമോ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് ഒരു സഹാബ വനിത അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുനേരം ആലോചിച്ചതിന്റെ ശേഷം അവിടുന്ന് പ്രവാചകൻ തനിക്ക് ആവശ്യമില്ല, ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിച്ച വേളയിൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സദസ്സിലുള്ള മറ്റൊരു പുരുഷൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, സവ്വിജ്നീഹാ ഇല്ലം തകുൻ ലക ബിഹാ ഹാജ, പ്രവാചകരെ താങ്കൾക്ക് അവരെ ആവശ്യമില്ലെങ്കിൽ എനിക്കവരെ വിവാഹം കഴിപ്പിച്ചു തരാമോ? ഈ സഹാബിയുടെ ചോദ്യം. ഫഖാല അലൈഹിസ്സലാം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആരാഞ്ഞു ചോദിച്ചു, ഹൽ ഇൻദക മിൻ ശൈഇൻ തുസ്ദിഖുഹാ, അവൾക്ക് മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ സഹാബി പറഞ്ഞു, മാ ഇൻദി ഇല്ലാ ഇസാരി, ഉടുത്ത തുണിയല്ലാതെ ഒന്നുമില്ല പ്രവാചകരെ. നിർദ്ധരനാണ്, ദരിദ്രനാണ് ആ സഹാബി. ഉടുത്ത തുണിയല്ലാതെ ഒന്നും എനിക്ക് മഹർ കൊടുക്കാനില്ല. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ അഅതൈതഹാ ഇയ്യാഹു ജലസ്ത ലാ ഇസാറ ലക്, ഉള്ള ഉടുതുണി കൊടുത്താ പിന്നെ നീ എന്താ ഉടുക്കുക? അതുകൊണ്ട് ഫൽതമിസ് ശൈഅ, വല്ലതും കിട്ടുമോന്ന് അന്വേഷിക്ക്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ അജിദു ശൈഅ, ഒന്നുമില്ല പ്രവാചകരെ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇൽതമിസ് വലൗ കാന ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. അസഹാബി അന്വേഷിച്ചു, ഫലം യജിദ്, അതുമില്ല. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം, അമഅക മിനൽ ഖുർആനി ശൈഉൻ, നിനക്ക് ഖുർആൻ വല്ലതും മനഃപ്പാഠമുണ്ടോ? ഖുർആൻ നിനക്ക് വല്ലതും അറിയാമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം സൂറത്തു കദാ വ കദാ ലിസുവരിൻ സമ്മാഹാ. ആ സഹാബി ഇങ്ങനെ എണ്ണി പറയാൻ തുടങ്ങി, എനിക്ക് ഇന്ന സൂറത്തൊക്കെ അറിയാം എന്നിങ്ങനെ പേരെടുത്ത് പറയാൻ തുടങ്ങിയപ്പോ ഫഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വജ്നാകഹാ ബിമാ മഅക മിനൽ ഖുർആൻ, എങ്കിൽ അവളെ ഞാൻ താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ചു തരികയാണ്. ബിമാ മഅക മിനൽ ഖുർആനി, താങ്കൾക്കറിവുള്ള ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ എന്താ മഹർ? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. കേവലം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല, ഈ സഹാബിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അറിയാവുന്ന ഒരു സഹാബി, ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരു കുടുംബ ജീവിതത്തിന് പ്രതീക്ഷയ്ക്ക് വകയുള്ള, മതബോധമുള്ള, ഭക്തിയുള്ള ഒരു കുടുംബ ജീവിതം ആ സ്ത്രീക്ക് ലഭിക്കുകയാണല്ലോ. അതുകൊണ്ട് താങ്കൾക്കറിയാവുന്ന ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്നുള്ള സൂറത്തുകൾ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന മഹറിന്റെ അടിസ്ഥാനത്തിൽ ആ വിവാഹത്തിന് പ്രവാചകൻ സമ്മതം നൽകുകയാണ്. മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒന്ന് ജോലിയുടെ കാര്യം, ഇവിടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് പറയുന്നത് വിദ്യാഭ്യാസം, തനിക്കറിവുള്ളത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതും മഹറായി നിശ്ചയിക്കാവുന്നതാണ്. അതും മഹറായി നിശ്ചയിച്ചു കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എന്നർത്ഥം. ഇനി സഹോദരന്മാരെ, ആമിർ ഇബ്നു റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നംറഅതൻ മിൻ ബനി ഫിസാറ തസവ്വജതു അലാ നഅലൈൻ. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ബനൂ ഫിസാറ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഞാൻ അവരെ ഒരു ജോഡി ചെരുപ്പ് മഹർ നൽകിയിട്ടാണ് വിവാഹം നടത്തിയത്. ഒരു ജോഡി ചെരുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അവരോട്, അറളീതി അൻ നഫ്സിക്, നിനക്ക് തൃപ്തിയാണോ ഈ ഒരു ജോഡി ചെരുപ്പ് കൊണ്ട് വിവാഹം നടക്കൽ? ഫഖാലത്ത് നഅം, എനിക്ക് തൃപ്തിയാണ്. ഫഅജാസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അംഗീകാരം നൽകി. അവിടെ ഇപ്പൊ എന്തല്ലോ ഒരു ജോഡി ചെരുപ്പാണ്, അതാണ് ഇപ്പൊ മഹറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയത്. ഇനി സുഹൃത്തുക്കളെ, ഒരു ആദർശ മാറ്റം, ഇസ്ലാം സ്വീകരിക്കൽ ഒരു മഹറായി നിശ്ചയിക്കാമോ? പ്രവാചകന്റെ കാലത്തിൽ അതും നടന്നിട്ടുണ്ട്.
എനിക്ക് വിവാഹം കഴിക്കണം, നിങ്ങളെ വിവാഹം കഴിക്കണം, പക്ഷേ നിങ്ങൾ മുസ്ലിം അല്ല, ഇസ്ലാം സ്വീകരിക്കണം എന്നാണ് മഹർ എന്ന് പറഞ്ഞാലോ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ നടന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖതബ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ അബൂ തൽഹത്ത്, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, അബൂ തൽഹ റളിയല്ലാഹു അൻഹു അമുസ്ലിമായിരിക്കുന്ന കാലത്ത് ഉമ്മു സുലൈം എന്ന മുസ്ലിമത്തായ സഹാബാ വനിതയെ വിവാഹം അന്വേഷിച്ചപ്പോൾ മുസ്ലിമത്തായ ഉമ്മു സുലൈമ അബൂ തൽഹയോട് പറഞ്ഞു, വല്ലാഹി മാ മിസ്ലക യാ അബാ തൽഹ യുറദ്ദു, ഓ അബൂ തൽഹ, നിങ്ങളെപ്പോലെയുള്ള ഒരാൾ വിവാഹം അന്വേഷിച്ചാൽ ഒരിക്കലും മുടക്കം പറയാൻ കഴിയൂല. നിങ്ങളെപ്പോലെയുള്ള ഒരാള് വിവാഹം അന്വേഷിച്ചാൽ ഒരിക്കലും മുടക്കം പറയാനോ തട്ടിമാറ്റാനോ കഴിയില്ല. എനിക്കാഗ്രഹമുണ്ട്. വലാകിന്നക റജുലുൻ കാഫിർ, പക്ഷെ നിങ്ങൾ കാഫിറാണല്ലോ, നിങ്ങൾ മുസ്ലിം അല്ലല്ലോ, നിങ്ങളൊരു കാഫിറല്ലേ. അതുകൊണ്ട് അനംറഅത്തുൻ, ഞാനാവട്ടെ ഇംറഅത്തുൻ മുസ്ലിമാ, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്. വലാ യഹില്ലു ലീ അൻ അതസവ്വജക, നിങ്ങളെ വിവാഹം കഴിക്കൽ എനിക്ക് ഹലാലല്ല. അതുകൊണ്ട് ഫഇൻ തുസ്ലിം ഫദാക മഹ്രി, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമെങ്കിൽ അത് മതി എനിക്ക് മഹർ. എനിക്ക് മഹർ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ. വമാ അസ്അലുക ഗൈറഹു, അതല്ലാത്ത ഒന്നും ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല. ഫഅസ്ലമ, അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിമാവുകയാണ്. ഫകാന ദാലിക മഹ്റഹാ, അങ്ങനെ ഉമ്മു സലമക്ക് നൽകപ്പെട്ട മഹർ, അതല്ലെങ്കിൽ ഉമ്മു സലമക്ക് നിശ്ചയിക്കപ്പെട്ട മഹർ അബൂ തൽഹയുടെ ഇസ്ലാം സ്വീകരണമായി മാറി. സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫമാ സമിഅതു ബിംറഅത്തിൻ ഖത്തു കാനത് അക്റമ മഹ്റൻ മിൻ ഉമ്മി സുലൈം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ പോലെ ഇത്ര ഉദാരമായ, ഇത്ര ആദരിക്കപ്പെടുന്ന ഒരു മഹർ കിട്ടിയ ഒരു പെണ്ണിനെയും ഞാൻ കേട്ടിട്ടില്ല. എന്താ മഹർ കിട്ടിയത്? അൽ ഇസ്ലാം, ഇസ്ലാമല്ലയോ അവർക്ക് മഹറായി നിശ്ചയിച്ചത്. ഫദഖല ബിഹാ ഫവലദതു ലഹു, അങ്ങനെ അവരുടെ വിവാഹം നടന്നു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, നല്ല സാലിഹീങ്ങളായ സന്താനങ്ങൾ അവർക്കുണ്ടായി. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, അത്ഭുതകരമായ ഒരു കാര്യം, ഇസ്ലാം സ്വീകരണം മഹറായി നിശ്ചയിക്കപ്പെട്ടു. ഇനി ആഭരണങ്ങളും വസ്തുക്കളും പൊന്നും പണവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടതുമില്ലേ? ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന സദാഖുഹു ലിഅസ്വാജിഹി 12 ഊഖിയ വനശ്ശ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അവരുടെ ഭാര്യമാർക്ക് നൽകിയ മഹർ 12 ഊഖിയയായിരുന്നു എന്നാണ്. 12 ഊഖിയ, 12 ഊഖിയ അന്നത്തെ ഒരളവാണ്. 12 ഊഖിയ എന്ന് പറഞ്ഞാൽ ഒരു ഊഖിയ 40 വെള്ളിയാണ്, 40 ദിർഹം. നമ്മളെ ദിർഹമല്ല, അത് വെള്ളി എന്ന് പറഞ്ഞാൽ വെള്ളി തന്നെയാണ്. നമ്മളിന്ന് ദിർഹം എന്ന് പറഞ്ഞാൽ കടലാസാണ്. ദീനാർ എന്ന് പറഞ്ഞാലും കുവൈത്തിൽ ദീനാർ കടലാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ദിർഹം എന്ന് പറഞ്ഞാൽ അത് വെള്ളി കോയിനാണ്, വെള്ളിയാണ്, അക്ഷരാർത്ഥത്തിൽ വെള്ളിയാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ അത് സ്വർണം തന്നെയാണ്, സ്വർണമാണ്. അപ്പൊ ഇവിടെ 12 ഊഖിയയിലപ്പുറം 12 ഊഖിയായിരുന്നു അവിടുത്തെ മഹർ. അപ്പൊ ഒരു ഊഖിയ എന്ന് പറയുമ്പോൾ 40 വെള്ളിയാണ്, 40 വെള്ളി. ഇപ്പൊ 12 ഊഖിയ 500 ദിർഹമായി, 12 ഊഖിയ 500 ദിർഹമായി, 500 വെള്ളിയായി. പിന്നെ വനശ്ശൻ എന്ന് പറഞ്ഞല്ലോ, 12 ഊഖിയ തന്നെ 500 ദിർഹമായി, 500 വെള്ളിയായി. വനശ്ശൻ എന്നും കൂടെ പറഞ്ഞല്ലോ. കാലത്ത് അത്തദിരി മൻ നശ്ശു, എന്താ നശ് എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ്? ഖുൽതു നിസ്ഫ ഊഖിയ ഫതിൽക 500 ദിർഹം. അപ്പൊ അര ഊഖിയായി, അര ഊഖിയയും കൂട്ടിയാലോ അപ്പോ 20 വെള്ളിയായി. അങ്ങനെ 12 ഊഖിയ 500 ദിർഹം, 500 വെള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായിട്ട് അവിടുത്തെ ഭാര്യമാർക്ക് നൽകിയത്. നജാശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മഹർ കൊടുത്തത് 400 ദീനാറാണ്, അഥവാ 4000 വെള്ളി, 4000 ദിർഹം. അതാണ് ഏറ്റവും ടോപ്പ് മഹർ കടന്നിട്ടുള്ളത്. 400 ദീനാർ എന്ന് പറഞ്ഞാൽ 400 ദീനാർ എന്ന് പറഞ്ഞാൽ 400 സ്വർണം തന്നെയാണ്. അത് നബി കൊടുത്തതുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? മക്കയിലാണ്. പുതിയാപ്പുള മക്കയിലാണ്. ഭാര്യ എവിടെയാ ഉള്ളത്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അങ്ങേ നേഗസ് രാജാവ് ഭരിക്കുന്ന, നജാശി ഭരിക്കുന്ന ഹബ്സീനിയയിലാണ്, എത്യോപ്യയിലാണ്.
അവിടെ വെച്ച് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ തികച്ചും ഒറ്റപ്പെടുകയാണ്. കാരണം ഭർത്താവ് മതം മാറി, ആരുമില്ല. ഭർത്താവിനെ വിശ്വസിച്ച് മക്കത്ത് നിന്ന് അബ്ശീനിയയിലേക്ക് ഹിജറ പോയവരാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാന്റെ മോള് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അക്ഷരാർത്ഥത്തിൽ അവർ അനാഥയായി. അവിടെ ആരവരെ ഏറ്റെടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞു, അള്ളാന്റെ റസൂല് അവരെ ഭാര്യയായി സ്വീകരിക്കുകയാണ്. പക്ഷെ ആ വിവാഹം നടക്കണം. ആരാ വിവാഹം നടക്കാൻ? അബൂ സുഫിയാൻ അവിടെ ഉണ്ടോ? പിതാവ് മുശ്രിക്കല്ലേ? മക്കത്തുണ്ടെങ്കിൽ തന്നെ മുശ്രിക്കല്ലേ? കിട്ടോ? ഇല്ല. അപ്പൊ മുസ്ലിമത്തായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കണം. ഭാര്യ അവിടെ. പുതിയാപ്പിളയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ, ആ രാജ്യത്ത് പുതിയാപ്പിളയുടെ സ്ഥാനത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥാനത്ത് വക്കാലത്ത് കൊടുക്കുകയാണ്. ആർക്ക്? നജ്ജാശി രാജാവിന്. നജ്ജാശി രാജാവാണ് എന്നിട്ട് നബിക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത് ഉമ്മു ഹബീബയുടെ വിവാഹം സ്വീകരിക്കുന്നത്. അന്നവർ പാരിതോഷികമായിട്ട് നജ്ജാശി രാജാവിന്റെ വക നൽകിയ വമ്പൻ തുകയായിരുന്നു 4000 ദിർഹം, അതല്ലെങ്കിൽ 400 ദീനാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത, അതാണ് ഏറ്റവും ടോപ്പ് പ്രവാചക ഭാര്യമാർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മഹർ അതായിരുന്നു. ആ അധികം നൽകിയത് അത് നബിതങ്ങൾ നേരിട്ട് കൊടുത്തതുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആ രാജ്യം ഭരിക്കുന്ന നജ്ജാശി രാജാവ് നൽകിയതുമായിരുന്നു. അതും ബാക്കിയൊക്കെ അതിന്റെ താഴെയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, അലാ ലാ തുഗാലു ഫീ സുദ്ഖിൻ നിസാ, സ്ത്രീകളുടെ മഹറിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത് ജനങ്ങളെ. വമ്പിച്ച മഹർ പറയുന്ന ഒരു കാലാണല്ലോ ഇന്ന്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളതിന്റെ നേരെ എതിര്. നമ്മുടെ നാട്ടിലെ ആണുങ്ങളാണ് വിലപേശുന്നത് ആണുങ്ങൾക്ക് വേണ്ടി. എന്നാൽ പലയിടങ്ങളിലും അറബ് രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ സ്ത്രീകൾക്കാണ്, അവർക്കാണ് വിലപേശുക. മഹറാണ് കൂടുതൽ പറയുക. രക്ഷിതാക്കൾ വമ്പിച്ച മഹർ പറഞ്ഞിട്ട് മഹർ കൊടുക്കാൻ കഴിയാതെ പല പുരുഷന്മാരും വിവാഹരംഗത്ത് നിന്ന് പിന്മാറുകയാണ്. തദ്ദേശീയരായ വനിതകളെ വിവാഹം കഴിക്കാതെ മറുനാട്ടിലൊക്കെ പോയിട്ട് വിവാഹം കഴിക്കുന്ന ഒരവസ്ഥ വന്നത് അവരുടേതായ നാട്ടിലുള്ള സ്ത്രീകൾക്ക് രക്ഷിതാക്കൾ വമ്പിച്ച മഹർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുക്കാൻ കഴിവില്ലാതെ രാജ്യത്തിന്റെ പുറത്തു പോയിട്ട് വിവാഹം കഴിക്കുന്ന സമ്പ്രദായങ്ങൾ പലയിടങ്ങളിലും കണ്ടു തുടങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറിന്റെ കാര്യത്തിൽ ഒരു പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും, എത്ര കൊടുക്കണം എന്ന പരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, മഹറിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത് സ്ത്രീകളെ. കാരണം അത് ദുന്യാവിൽ അത് വല്ലാത്തൊരു ആദരവിന്റെ സ്ഥാനമാണെങ്കിൽ, വലിയ ആദരവും വല്ലാത്തൊരു ആദരവിന്റെ അടയാളവുമൊക്കെയാണ് കൂടുതൽ മഹർ വാങ്ങലെങ്കിൽ, ഔ തഖ്വൻ ഇൻദല്ലാഹ്, അല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ ഏറ്റവും തഖ്വ, ഏറ്റവും മഹർ കൂടുതലായി വാങ്ങലൊക്കെയാണെങ്കിൽ, ലകാന ഔലാ ബിദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലല്ലേ അതിന് ഏറ്റവും അർഹതപ്പെട്ടയാള്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലം യസ്ദഖ് അഹദൻ മിൻ നിസാഇഹി, അവിടുത്തെ ഭാര്യമാരിൽ ഒരാൾക്കും മഹർ കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ വലം യസ്ദഖ് അഹദൻ മിൻ ബനാതിഹി, അവിടുത്തെ പെൺമക്കളിൽ ഒരാൾക്കും തന്നെയും മഹറായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അക്സറ മിൻ സനതൈ അശറത ഊഖിയ, 12 ഊഖിയയിലപ്പുറം ചോദിച്ചിട്ടില്ല. അപ്പൊ 12 ഊഖിയയിലപ്പുറം കൊടുത്തിട്ടില്ല, മകൾക്ക് വേണ്ടി വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അലാവ ഇന്ന അഹദക്കും ലയുഗാലി ബിസദാഖി ഇംറഅതിഹി, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളിൽ ഒരാൾ തന്റെ സ്ത്രീയുടെ മഹറിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞിട്ട് ഹത്താ യബ്ഖാ ലഹാ ഫീ നഫ്സിഹി അദാവ, അങ്ങനെ ആ പെണ്ണിനോട് ഇത്ര കൂടുതൽ മഹർ ചോദിച്ച് അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ, ഭാരിച്ചൊരു മഹറും കൊടുത്ത് വിവാഹം നടന്നിട്ട് വല്ലാത്തൊരു പുലിവാലി പിടിച്ചല്ലോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണല്ലോ, ഇത്രയും മഹർ കാരണത്താൽ ആക്കി തീർത്തത് ഒരു ഇടങ്ങേറ് പിടിച്ച വിവാഹമാണല്ലോ നടന്നത് എന്ന് ഏത് കാലത്തും ആ ഒരു പുരുഷന്റെ മനസ്സിൽ ശത്രുതാ മനോഭാവം നിലനിൽക്കാനത് കാരണമാകും. അതുകൊണ്ട് അതൊക്കെ കുറക്കണം, നിയന്ത്രണം ഏർപ്പെടുത്തണം, ആ വിഷയത്തിൽ അതിര് കവിയരുത് എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി തന്നെ ഉപദേശിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹറിന്റെ കൂട്ടത്തിൽ ഒരടിമയെ മോചിപ്പിക്കുക എന്ന ഇത്ഖ് മഹറായി നിശ്ചയിക്കപ്പെട്ട ചരിത്രമുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അള്ളാന്റെ റസൂൽ കൊടുത്ത മഹർ എന്താണ്? അവരെ അടിമ സ്ത്രീയായിരുന്നു. അവർക്ക് നൽകപ്പെട്ട മഹർ അവരെ അടിമ സ്ത്രീ പദവിയിൽ നിന്ന് മോചിപ്പിച്ചു, സ്വതന്ത്രയാക്കി. ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയാണ്. അവിടെ നൽകിയ മഹർ എന്താ? ഇതൊന്നും ആയിരുന്നില്ല, അവർക്ക് മോചനം നൽകി എന്നുള്ളതായിരുന്നു. അങ്ങനെ പല രൂപത്തിലും നടന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്,
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അസറ സുഫറത്തിൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മഞ്ഞ നിറം, ഒരു അത്തറിന്റെ നിറം. ഫഖാല റസൂലുള്ളാഹി ചോദിച്ചു, മഹാദാ, എന്താണ് ഡ്രസ്സിൽ ഒരു കളർ മാറ്റം കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി തസവ്വജ്തു ഇംറഅ, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു നബിയെ. അലാ വസ്നി നവാത്തിൻ മിൻ ദഹബിൻ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ അത്ര പോന്ന ഒരു സ്വർണത്തെ തൂക്കമായി നിശ്ചയിച്ചുകൊണ്ട്, അല്പം പൊന്ന് കൊടുത്തുകൊണ്ടുള്ള മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ സഹാബി പറയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫബാറക്കല്ലാഹു ലക്, അല്ലാഹു താങ്കൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ, അല്ലാഹു താങ്കൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ. പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് വേണ്ടി. ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ അറിയാതെ അവിടെ ഒരു വിവാഹം നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഖാളിയാണ്, പള്ളിയിലെ ഇമാമാണ്, മിമ്പറിലെ ഖതീബാണ്, ആ രാജ്യത്തെ ഭരണാധികാരിയാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ടയാളാണ്. പക്ഷേ എന്നിട്ടും ഒരനുചരന്റെ വിവാഹം നടന്നത് അല്ലാഹുവിന്റെ റസൂല് അറിഞ്ഞില്ല. എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ കല്യാണം കഴിച്ചു. എന്നിട്ടാണ് മഹറൊക്കെ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക്കല്ലാഹു ലക്, വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന് വേണ്ടി നന്മ നേരുകയാണ്, ആശംസ നേരുകയാണ്, വിജയം നേരുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലോ മഹല്ലറിയാത്തൊരു വിവാഹം, ഖാളിയർ പാപ്പ അറിയാത്തൊരു വിവാഹം, മുത്തവല്ലി അറിയാത്തൊരു വിവാഹം, ഉടനെ ബഹിഷ്കരണം, മഹല്ല് ബഹിഷ്കരണം, ഊരിവിലക്ക്, പുറത്താക്കൽ, ഇനി അവന്റെ വീട്ടിൽ ഒന്നിനും പങ്കെടുക്കരുത്, നോട്ടീസ് പതിക്കും, ബഹിഷ്കരണത്തിന്റെ വാക്യങ്ങൾ ഉയരും. വല്ലാത്തൊരു പുലിവാലാകും അത്. അയാൾ അവിടെ ഒറ്റപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് എവിടെ? ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടെന്ന് വാദിക്കുന്ന ഇക്കാലഘട്ടത്തിലെ ഖാളിമാരെവിടെ? നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പരിഭവം അതിലില്ല. എന്നിട്ട് പറഞ്ഞു, അവസാനം ദുആ ചെയ്തിട്ട് പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ, ഒരാട്ടിനെ കറുത്തിട്ട് നമുക്കൊക്കെ വലീമത്തൊക്കെ തരണം. അങ്ങനെ വെറുതെ ഒന്നും വിടൂല, സന്തോഷത്തോടുകൂടെ പറയണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ പറയില്ലേ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നോട് പറയാതെ കഴിഞ്ഞോ എന്നല്ല, കഴിഞ്ഞോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് തരണം. ഔലിം വലൗ ബിശാത്തിൻ, ഇവിടെ ഷാത്ത് അദ്ദേഹത്തിന് കഴിയാവുന്ന സംഗതി ആയതുകൊണ്ട് അത് പറയുന്നു. ഒരാടർക്കലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഔലിം വലൗ ബിശാത്തിൻ. ഇപ്പൊ നമ്മൾക്ക് വളരെ പാവപ്പെട്ട ഒരാളാണ് വിചാരിച്ചു, ഔലിം വലൗ ബിശായി എന്ന് പറയാം, ഒരു ചായ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നമുക്കത് തീരുമാനിക്കാം, അതല്ലെങ്കിൽ പറയാം. എന്തായിരുന്നാലും പ്രവാചക മനസ്സ് സംതൃപ്തമാണ്. അവിടുത്തെ അറിയിച്ചില്ല, പറഞ്ഞില്ല, പരിഭവമില്ല, പ്രയാസപ്പെടുത്തലില്ല, കുത്തുവാക്കുകളില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന അഹങ്കാരത്തിന്റെ ധ്വനിയില്ല, എന്നോട് പറയാത്തത് എന്തെന്ന കുറ്റപ്പെടുത്തലുകളില്ല, നോയിപ്പിക്കുന്നൊരു വാക്കുപോലുമില്ല. വളരെ സന്തോഷത്തോടെ ബാറക്കല്ലാഹു ലക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന ആമുഖത്തോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പൊന്നാണ് അവിടെ ദിർഹമായി മഹറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച്. ഇനി സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ നിലക്കുള്ളത് 2 ദിർഹം 5 ദിർഹം ഒക്കെ കിട്ടാനിട്ടല്ല, അത്ര മതി. ഏറ്റവും ബർക്കത്തുള്ള വിവാഹം, ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹം എന്ന നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ച മഹാരഥന്മാരായ സഹാബികളും താബിഈങ്ങളും ഒക്കെയുണ്ട്. സയ്യിദു അഹ്ലിൽ മദീന എന്നറിയപ്പെടുന്ന മഹാനായ താബിഈങ്ങളിൽ പ്രസിദ്ധനായ നേതാവാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ്, ഇമാം സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. താബിഈ പണ്ഡിതനാണ്. ആ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സയ്യിദു അഹ്ലിൽ മദീന എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ താബിഈങ്ങളിലെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ മകളെ സ്വന്തം ശിഷ്യനാണ് അദ്ദേഹം വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ തിൽമീദ്, അദ്ദേഹം ഇൽമു പഠിപ്പിച്ചു കൊടുത്തിരുന്ന അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യന് ദരിദ്രനായിരുന്നു, പാവപ്പെട്ടയാളായിരുന്നു. എത്രയാ മഹർ ചോദിച്ചത്? ദിർഹമൈൻ, 2 വെള്ളി, 2 ദിർഹമിന് ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. വലം യുൻകിർ അലൈഹി അഹദുൻ, ആരും അതൊരു മോശമായി കാണുകയോ അതിനെ വിരോധിക്കുകയോ അതല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു കുറച്ചിലായിപ്പോയി, നാണക്കേടായി എന്നൊന്നും വന്ന് പറഞ്ഞില്ല. മറിച്ചാ സംഭവിച്ചത്. ബൽ ഉദ്ദദാലിക മിൻ മനാഖിബിഹി വഫളായിലിഹി, മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്താവുന്ന ശ്രേഷ്ഠതയും മഹത്വവും ഒരു പുണ്യവുമൊക്കെയായിട്ടാണ് പിൽക്കാലത്ത് അത് രേഖപ്പെടുത്തപ്പെട്ടത്.
അത്രയും നല്ല പ്രവർത്തനം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹം തന്റെ മോളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോൾ പുതിയാപ്പിളയോട് മഹർ ആവശ്യപ്പെട്ടത് അലാ സദാഖി 5 ദറാഹിം, 5 ദിർഹം, 5 ദിർഹം 5 വെള്ളിക്കാണ്. വഅഖറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ചെറുതും വലുതും ഒക്കെ മഹർ കേട്ടു കഴിഞ്ഞു. ഇനി സുഹൃത്തുക്കളെ, മഹറിന് ഇസ്ലാം ഒരു പരിധി നിർണയിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിന് ഒരു താല്പര്യമുണ്ടെന്ന്, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് എളുപ്പമായത്, അമിതമായ ഭാരമേൽപ്പിക്കാത്തതുമായിരിക്കണം എന്നാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് കൊടുക്കാൻ കഴിവില്ലാത്തവർ കൂടുതൽ കൊടുത്തു എന്നറിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അതിൽ പരിഭവപ്പെടാറുണ്ടായിരുന്നു. കഴിവുള്ളവർ കൊടുക്കാൻ കഴിവില്ലാത്തവർ ഇത് കൊടുത്തു എന്ന് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു സഹാബി കയറി വന്നിട്ട് പറഞ്ഞു, ഇന്നി തസവ്വജതു ഇംറഅതൻ മിനൽ അൻസാർ, അൻസാരി വനിതകളിൽപ്പെട്ട ഒരു വനിതയെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ അവളെ കണ്ടോ? പ്രവാചകനോട് പറഞ്ഞു, കണ്ടിട്ടില്ല, എങ്കിൽ നീ അവരെ കാണണം. അത് കാണണം എന്ന് പറയുകയും അതോടൊപ്പം എത്രയാണ് നീ അവർക്ക് മഹറായിട്ട് നൽകിയത്, എത്രയാണ് നീ അവർക്ക് മഹറായിട്ട് നൽകുന്നത്? അദ്ദേഹം പറഞ്ഞു, വല 4 അവാഖിൻ, 4 ഊഖിയയാണ് നൽകുന്നത്. 4 ഊഖിയ കൊടുത്തൂടെ? കൊടുക്കാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ 4 അവാഖ്, 4 ഊഖിയയോ, 4 ഊഖിയ മഹറോ? കഅന്നമാ തൻഹിതൂനൽ ഫില്ലത മിൻ ഉർളി ഹാദൽ ജബൽ, ഈ പർവ്വതത്തിൽ നിന്ന് എന്താ പൊന്ന് തുരന്നെടുക്കുന്ന പണിയുണ്ടോ എനിക്ക്? വെള്ളി ഈ കാണുന്ന പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ വെള്ളി തുരന്നെടുക്കണ പണിയുണ്ടല്ലോ നിനക്ക് എന്നതുപോലെ ഉണ്ടല്ലോ, കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ഇമാം നവവി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിമിലെ ആ ഹദീസ് വിശദീകരിച്ച മധ്യേ പറഞ്ഞു, മഅനാ ഹാദൽ കലാം, അല്ലാഹുവിന്റെ റസൂല് ഇത് ഇദ്ദേഹത്തോട് ചോദിക്കാൻ കാരണം കറാഹത്ത് ഇക്സാറിൽ മഹരി ബിന്നിസ്ബതി ഇലാ ഹാലിസ് സൗജി, ആ പുതിയാപ്പിളയെ സംബന്ധിച്ചിടത്തോളം, ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് വമ്പിച്ച മഹറാണ്, അദ്ദേഹത്തിന് താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് പിന്നെന്തിനാ നിങ്ങൾ ഇത്ര താങ്ങാനാവാത്തത്? അങ്ങനെ എന്താ കുഴിച്ചെടുക്കുന്ന പണിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്ത് അമിതമായ ഭാരമുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുണ്ടാകണമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഖൈറുൻ നിക്കാഹി ഐസറുഹു എന്നാണ് ഇസ്ലാമിന്റെ തത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദാവൂദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖൈറുൻ നിക്കാഹി ഐസറുഹു, നിക്കാഹിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നിക്കാഹ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഐസറു, ഏറ്റവും എളുപ്പമായത്, ഏറ്റവും എളുപ്പം ലളിതമായ വിവാഹമാണ് ഏറ്റവും ബറക്കത്തുള്ള വിവാഹം. യുമ്മുൽ മർഅത്തി ഖിഫ്ഫത്തു മഹരിഹാ, ഒരു സ്ത്രീയുടെ ബറക്കത്തെന്ന് പറയുന്നത്, ഒരു പെണ്ണിന്റെ ബറക്കത്തെന്ന് പറയുന്നത് ഖിഫ്ഫത്തു മഹരിഹാ, അവളുടെ മഹർ വളരെ ചെറുതാകലാണ്. വയുസ്റു നിക്കാഹിഹാ, അവളുടെ നിക്കാഹ് വളരെ എളുപ്പം നടത്താൻ കഴിയലാണ്. വഹുസ്നു ഖുൽഖിഹാ, അവളുടെ സ്വഭാവം മെച്ചപ്പെട്ടതാവലാണ്. വശുഉമിഹാ, ഒരു പെണ്ണിന്റെ ശകുനം എന്ന് പറയുന്നത് ഭാരിച്ച മഹർ, വിവാഹം കഴിക്കണമെങ്കിൽ വമ്പിച്ച ബാധ്യത, മോശപ്പെട്ട സ്വഭാവം. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അല്ലാഹുവിന്റെ റസൂലിന്റെ വചനത്തിൽ കാണാം, ഇന്ന അഅ്ളമൻ നിക്കാഹി ബറകാഇസറുഹു മുഊനതൻ, വിവാഹത്തിൽ നിക്കാഹിൽ ഏറ്റവും വമ്പിച്ച ബറക്കത്തുള്ള വിവാഹം ഏതാണെന്ന് ചോദിച്ചാൽ ചെലവ് ചുരുങ്ങിയ വിവാഹമാകുന്നു. എത്രത്തോളം ആഡംബരവും ധൂർത്തും ചെലവും കൂടുന്നുവോ വിവാഹത്തിന്റെ ബറക്കത്ത് കുറയും. എത്രത്തോളം ലളിതമാകുന്നുവോ, എത്രത്തോളം നിഷ്പ്രയാസം നടത്താൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നുവോ, എത്രത്തോളം ചെലവ് ചുരുങ്ങിയ നിലക്ക് അതേ ലളിതമാക്കാൻ കഴിയുന്നുവോ അത്രത്തോളം അതിന്റെ ബറക്കത്ത് കൂടുന്നു. ഇതാണ് ഇസ്ലാമി വിഷയത്തിൽ. ഇത്രേ കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത്ര കൊടുക്കണം എന്ന പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഗൗരവത്തോടുകൂടെ ഈ കാര്യം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കഥയുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിൽ വെച്ച് മഹറിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട്, ഉമറേ, നിങ്ങൾക്കതിന് അധികാരമില്ല,
നിങ്ങൾക്കതിന് അധികാരമില്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാ മഹറിന് പരിധി നിശ്ചയിക്കുന്നത്? ഞങ്ങളുടെ അവകാശമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, വഇൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഅഖുദൂ മിൻഹു ശൈആ അതഅഖുദൂനഹു ബുഹ്താനം വഇസ്മൻ മുബീന എന്ന ആയത്തോതി കൊടുത്തുനാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ സ്ത്രീ എഴുന്നേറ്റ് ആയത്തോതി കൊടുക്കുകയാണ്. ഒരു കൂമ്പാരം കൊടുത്താലും തിരിച്ചു വാങ്ങരുതെന്ന് ഖുർആനിൽ. അപ്പൊ കൂമ്പാരം കൊടുക്കാന്നല്ലേ ഉമറേ അതിന്റെ അർത്ഥം എന്ന് ഒരു സ്ത്രീ നബി സല്ലല്ലാഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എഴുന്നേറ്റിരുന്ന് ചോദ്യം ചെയ്തുവെന്നും ഇത് കേട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കുല്ലു അഹദിൻ അഫ്ഖഹു മിൻ ഉമർ, എല്ലാവരും ഉമറിനേക്കാണ് ദീൻ അറിയുന്നവരാണ്, എല്ലാവരും ഉമറിനേക്കാണ് ദീൻ പഠിച്ചവരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹാനവറുകൾ മിമ്പറിൽ തന്നെ കയറിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഇന്നി നഹൈതുക്കും അൻ തുഗാലൂ ഫീ സദാഖിൻ നിസാ, സ്ത്രീകളുടെ മഹറിന്റെ കാര്യത്തിൽ അതിര് കവിയുന്നത് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. അലാ അറിയണേ, ഫൽയഫ്അലിർ റജുലു ഫീ മാലിഹി മാ ബദാ ലഹു, നിങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തോളിട്ടോ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ദുർബലമാണത്, ആ സംഭവം ശരിയല്ല. വലിയ കാര്യമായിട്ട് പലതിനും ആൾക്കാർ തെളിവെടുത്ത് പറയാറുണ്ട്. വാസ്തവത്തിൽ അതിന്റെ പരമ്പരയൊക്കെ ദുർബലമാണ്. അതുകൊണ്ട് ആ സംഭവത്തിന്റെ മേലെ പിടിച്ചിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തെളിവായിട്ട് പറയാറുണ്ട്. അത് സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമല്ല. മറിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു മഹറിൽ അതിര് കവിയരുതെന്ന് പറഞ്ഞത് സ്ഥിരപ്പെട്ടതാണ്. ശേഷം ചോദ്യം ചെയ്തതും അദ്ദേഹം മടങ്ങിയതും എനിക്ക് വിവരമില്ലായില്ല, എനിക്കതിനെ പറ്റി അറിയില്ലല്ലോ, ഒരു പെണ്ണിനാണല്ലോ എന്നേക്കാണ് വിവരം, എല്ലാവർക്കും ഉമറിനേക്കാണെന്നല്ല ഇൽമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മടങ്ങി വീണ്ടും മിമ്പറിൽ ചെന്നിട്ട് ഇഷ്ടം പോലെ നിങ്ങൾ കൊടുത്തോളി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നതിന് സ്ഥിരപ്പെട്ട സംഭവമല്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, ഇതിപ്പോ മഹറിന്റെ കാര്യം നേരെ എതിരാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അവിടെ മഹറിന്റെ പേരിലല്ല പിടിയും വലിയും തർക്കവും വഴക്കും വക്കാണവും ബഹളമൊക്കെ നടക്കുന്നത്. അത് കൂട്ടത്തിൽ ഇങ്ങനെയാണ് പോകലാണ് മഹർ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം മഹർ പറയും, കൊടുക്കൂല, ആദ്യ രാത്രിയിലോ തുടർന്നുള്ള ജീവിതത്തിലോ പൊരുത്തപ്പെടിക്കും. അത് കൊടുക്കലും കിട്ടലൊന്നുമില്ല. അതെന്നെ മിസ്കാലി പൊന്ന്, ഇത്തരാരെ പൊന്ന് എന്താണെന്ന് ആർക്കും തിരിഞ്ഞില്ല, പറഞ്ഞ ആൾക്കും തിരിഞ്ഞില്ല, ചൊല്ലിക്കൊടുത്ത മൂലയർക്കും തിരിഞ്ഞില്ല, കേട്ട പുതിയാപ്പിളക്കും തിരിഞ്ഞില്ല, ആർക്കും തിരിഞ്ഞില്ല. 12.5 മിസ്കാല് എന്നൊക്കെ പറയും. എന്ത് മിസ്കാല്? ആർക്കും മനസ്സിലായില്ല. കാരണം അത് കൊടുക്കാനുള്ള സംഗതിയല്ല. പണ്ടങ്ങനെയല്ല. പക്ഷേ പിന്നെ മാറ്റം വന്നു. നമ്മുടെ നാട്ടിലൊക്കെ മഹ്റ് കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ നിന്ന് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് കാലം മാറി. ഇന്ന് മഹ്റ് പറയുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ നീയത്തിൽ കുഴപ്പമുണ്ട്. അതെന്താ? ചൂണ്ടയാണ്. 10 പവൻ മഹർ എന്ന് പറഞ്ഞാൽ അപ്പ മറ്റൊരു മനസ്സിൽ ഞെട്ടി, പാപ്പ ഞെട്ടി. ഇനിയെന്താ, ചക്കം 10 മഹർ തരികയാണെങ്കിൽ പാപ്പാക്ക് സന്തോഷമല്ല വേണ്ടത്. പക്ഷേ പാപ്പ അപ്പ കണക്കൂട്ടി 10 × 10 100 പവൻ ഞാൻ കൊടുക്കണല്ലോ. ഇതാണ് ഈ ചൂണ്ടയിടുന്ന പരിപാടി. അൽ മഹറുൽ മഅകൂസ് എന്ന അറബിയിൽ ഇതിന് പറയാം. ഇത് മഹറല്ല, ഇസ്ലാം നിശ്ചയിച്ച മഹർ, അത് ഹലാലായ മഹർ. ഇത് മഹറുൽ മഅകൂസ്, തലതിരിഞ്ഞ മഹർ. പിന്നെ അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങണം. നല്ലോണം സാപ്പാടടിക്കാൻ വേണ്ടിയിട്ട് പിച്ച ചട്ടിയിൽ കജിട്ട് വാരുന്ന തെമ്മാടിത്തം. അതാണിപ്പോ എല്ലാവരും മനസ്സിലാക്കുക. ആരെങ്കിലും വാങ്ങിയവരുണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചു കൊടുത്തോളി. എന്താ സ്ത്രീധനം? എന്താണ് സ്ത്രീധനം? നമ്മൾ ആദ്യം നിർവചനം പറയണം. എന്താ ഈ സ്ത്രീധനം? ചില ആൾക്കാർ എന്താ സ്ത്രീധനം എന്താ ഹലാലല്ലേ? സ്ത്രീ പ്ലസ് ധനം, സ്ത്രീധനം. പെണ്ണിന് മുതലുണ്ടായിക്കൂടെ? പെണ്ണിന് മുതൽ വാപ്പാക്ക് കൊടുത്തൂടെ? കൊടുക്കാം. അതൊക്കെ കൊടുക്കാൻ ന്യായീകരണം. അതിനാണ് ആദ്യം തന്നെ പറഞ്ഞുതരാം. അതിന്റെ നിർവചനം ഒന്ന് പഠിക്കാം. നിഷിദ്ധമാണെന്ന് നമ്മൾ പറയുന്ന സ്ത്രീധനം ഏതാണ്? ഏത് സ്ത്രീധനമാണ് അനിസ്ലാമികം എന്ന് പറയേണ്ടത്? അതൊന്ന് ശരിക്കും മനസ്സിലാക്കുക. വിവാഹാലോചനയുടെ സന്ദർഭത്തിലോ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പോ പുരുഷനോ പുരുഷന്റെ വീട്ടുകാരോ സ്ത്രീയുടെ രക്ഷിതാക്കളോട് ചോദിക്കുകയും വിവാഹത്തിന്റെ നിബന്ധനയാക്കുകയും ചെയ്യുന്ന ധനമെന്തോ അതാണ് സ്ത്രീധനം. ഒന്നുകൂടി പറഞ്ഞുതരാം. വിവാഹാലോചനയുടെ സന്ദർഭത്തിലോ വിവാഹത്തിന്റെ മുമ്പോ പുരുഷനോ വീട്ടുകാരോ, പുരുഷൻ തന്നെ നേരിട്ട് ചോദിച്ചോളുന്നില്ല, പുരുഷനോ വീട്ടുകാരോ സ്ത്രീയുടെ രക്ഷിതാക്കളോട് ചോദിക്കുകയും വിവാഹത്തിന്റെ നിബന്ധനയായി നിശ്ചയിക്കുകയും ചെയ്യുന്ന ധനം എന്താണോ അതാണ് സ്ത്രീധനം. അത് പണമാവാം, ആഭരണമാവാം, സ്ഥലമാകാം, വിസയാകാം, ജോലി വാഗ്ദാനമാവാം. എല്ലാം സ്ത്രീധനം തന്നെയാണ്. എല്ലാം സ്ത്രീധനം തന്നെ, വിവാഹത്തിന്റെ നിബന്ധനയായി നിശ്ചയിക്കുന്നത്. ഈ ചോദ്യം എന്ന് പറയുമ്പോ തന്നെ അവിടെയുണ്ട് ചില കാര്യങ്ങൾ പറയാന്. ചോദ്യം പലവിധണ്ട്. ഒന്ന് നേർക്ക് നേരെ ചോദിക്കും, അവനെ തനിയേരപ്പാളിയല്.
ഒരിക്കലും പിന്നെ യാതൊരു മടിയും കുത്തൊന്നുമില്ല, നേരെ തന്നെയാണ് വിലപേശും. അതാണ് നേർക്ക് നേരെ, ശരിക്ക് വിലപേശും. ഇത്ര തരണമെന്ന് ഉറപ്പിച്ചു പറയും. കഴിയില്ലെന്ന് കേട്ടാലോ ഇറങ്ങിപ്പോകും. കയ്യിൽ നാട്ട് എന്നാ പിന്നെ ഈ ബന്ധം നടക്കൂല, ഇറങ്ങിപ്പോകും. കാരണം കച്ചവടത്തിന് വന്നതാണ്. എന്ത് തരാനാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് സംഖ്യ അങ്ങോട്ട് പറയാൻ വിചാരിച്ചിട്ട് ഉള്ളിൽ വെച്ചിരിക്കണ അങ്ങനത്തെ ആളുകളുണ്ട്. ഇത് നേർക്ക് നേരെയുള്ള ആൾക്കാർ. ഇവർക്ക് പിന്നെ മാന്യതയൊന്നുമില്ല, മുഖംമൂടിയൊന്നുമില്ല, കൃത്യമായിട്ടാണ് ചോദിക്കും. ഇല്ലേ ഞങ്ങൾ പോവാണ്, നടക്കൂല. രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ, അതാണ് അധികം ആൾക്കാരും സൂചനക്കാര്. നേർക്കേറെ ചോദിക്കൂല. മൂത്ത മകൻ ഇത്ര കിട്ടി, ഹായ് കണ്ടോ പോയിട്ട് പറയണ്, എന്റെ മൂത്ത മകനക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, മകളെ കെട്ടിച്ചപ്പോ ഇത്ര കൊടുത്തു കണ്ടോ. അടുത്ത സൂചന ചൂണ്ടയണൊക്കെ. മൂത്ത മകൻ ഇത്ര കിട്ടിയ എന്തിനാ അയാളോട് പറയുന്നു? ആ പാവൻ രക്ഷിതാവിനോട് എന്റെ മൂത്ത മകൻ കിട്ടിയ എന്തിനാ പോയി പറഞ്ഞത്? കിട്ടിയെങ്കിൽ അവിടെ വാങ്ങിച്ചോ. എന്തിനാ അവിടെ പോയി പറയുന്നത്? അല്ലെങ്കിൽ എന്റെ മകളെ ഇറക്കി വിട്ടപ്പോ, മകളെ വിവാഹം കഴിപ്പിച്ചപ്പോ ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ സൂചന എന്താ? ഒന്നുകിൽ അത്ര, അല്ലെങ്കിൽ അതിന്റെ കൂടുതലോ കിട്ടണം എന്നാ അതിന്റെ അർത്ഥം. ആ കൊടുത്തതും കിട്ടണം, അല്ലെങ്കിൽ ആ കിട്ടിയതിന്റെ അത്ര കിട്ടണം. ഈ കൂടിയ കുഴപ്പമൊന്നുമില്ല, കൂടിയ കുഴപ്പമൊന്നുമില്ല. മാക്സിമം എത്രയാവാം? മിനിമം ഇത്ര. അതവിടെ ആദ്യം സൂചന കൊടുത്തു. ഇനി അതൊന്നും അല്ല, സൂചന ഒന്നും പറയില്ലേ, ഞാൻ സ്ത്രീധനൊന്നും വാങ്ങൂല, സ്ത്രീധനൊക്കെ ഹറാമാണ്, ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, വല്ലാഹി ഞാൻ എന്റെ നാവുകൊണ്ട് ചോദിച്ചിട്ടില്ല. ദല്ലാളെ പറഞ്ഞയക്കും. അടുത്ത പരിപാടി അതാണ്. ഇരക്കുന്ന വേറെ രൂപം. ദല്ലാളെ പറഞ്ഞയച്ചിട്ട് അയാളിങ്ങനെ ഭയങ്കര മധുവൊക്കെ പറയും. അങ്ങനെ മധു പറഞ്ഞതാണ് ആടുനോക്കലാണ് ജോലി, ആടുനോക്കലും എന്നൊക്കെ പറഞ്ഞോക്കെ. ഇവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അങ്ങനെ പല മധുവും പറയും, പല മധുവും പറയും. അല്ലേ, അബുദാബി പുതിയാപ്പിളാരെ കുറിച്ച് നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. പുതിയാപ്പിളുടെ ജോലി അന്വേഷിച്ചപ്പോ പറഞ്ഞാണ്, അത് ഈ അക്ഷരാണ്, അത് പോകട്ടെ. ശരി, അപ്പൊ ദല്ലാളുമാരെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ടോ മുഖം മൂടി അണിഞ്ഞ മാന്യന്മാരായ പകൽ മാന്യന്മാര് നടത്തുന്ന കൊള്ളയുടെ രൂപമാണ്. അവർക്കൊരു മുഖം മൂടി ഉണ്ടാവും, പുറത്തേക്ക് അവര് വരൂല. ഈ ദല്ലാളന്മാരെ കൊണ്ട് പറഞ്ഞ് കാര്യം ഒപ്പിക്കാൻ നോക്കും. എന്നിട്ട് അല്ലെങ്കിൽ വേറെ എന്തിച്ചുണ്ടോ, ഇപ്പൊ കെട്ടിക്കുന്നോളെ മൂത്തോൾക്ക് എന്ത് കൊടുത്തു എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഒരു പെൺകുട്ടിനെ അന്വേഷിക്കാണ്. അപ്പൊ ഇവളെ താത്താക്ക് എത്ര നിങ്ങൾ കൊടുത്തത്? അതിന് അവനറിയണ്, ഇവനെന്തിനാ അതറിയണേ? അത്രയെങ്കിലും നമുക്കും കിട്ടണം എന്ന ധ്വനിയാണ് ആ ചോദ്യത്തിലുള്ളത്. എല്ലാം ഇരക്കലാണ്, എല്ലാം ഇരക്കല. വേറെ കുറച്ചും കൂടി ചില മാന്യന്മാരുണ്ട്. എന്താ അവരെ സ്നേഹം എന്നറിയോ? അവര് പറയും, നിങ്ങളെ മകളല്ലേ, നിങ്ങൾ കഴിയണത് കൊടുത്തോളീ. ഉണ്ടോ എന്താ വർത്താനം? ചായയൊക്കെ കുടിച്ചിട്ട് ആ രക്ഷിതാവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയണേ, നിങ്ങളെ മകളല്ലേ, നിങ്ങൾക്ക് കഴിയണത് കൊടുത്തോളി. എന്താ അതിനർത്ഥം? ഇവന്റെ അനുവാദം വേണല്ലോ. അപ്പൊ ഇതിന് നിങ്ങളെ മകള് എന്താ മകളോടുള്ള സ്നേഹം എന്നറിയോ? ഇത്ര കാലം പോറ്റി വളർത്തിയ വാപ്പാക്കില്ലാത്ത സ്നേഹം ഇപ്പൊ കയറിയൊന്ന് ഇവനുള്ളത്. ഇവൻ ആവശ്യപ്പെടും, നിങ്ങളെ മകളല്ലേ, കഴിയുന്നത് കൊടുത്തോളി. ആ അനുവാദം എന്തെന്നെയാണ്? ആവശ്യപ്പെടൽ തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? പ്രതീക്ഷിച്ചത്ര കിട്ടാതെയാണ് പെണ്ണ് കയറി വന്നതെങ്കിലോ, ഈ പറഞ്ഞോന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് കയറി വന്ന പെണ്ണ് നിങ്ങളെ മകളല്ലേ, നിങ്ങളെ ഇഷ്ടമുള്ളത് കൊടുത്തോളും എന്ന് പറഞ്ഞാൽ എത്രയും കൊടുത്തോളിയും, കൊടുക്കാതിരുന്നാലും കുഴപ്പമില്ല എന്നല്ലേ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം. പക്ഷെ അതല്ല, ഇവനൊരു പ്രതീക്ഷ ഉണ്ട്, ആരും മോശാക്കൂല, എന്നെ വെറുതെ വെക്കൂല, കണ്ടിട്ട് തിരക്കിടില്ല, വലിയ വീടാണ്, ബാങ്ക് ബാലൻസ്, മറ്റത് മറിച്ച് കുറേതൊക്കെ ഏതാണ്ട് ഇവനൊരു കണക്കൂട്ടലുണ്ട്. ആ കണക്ക് കൂട്ടൽ പ്രതീക്ഷിച്ചത്ര ഇല്ലാതെയാണ് പെണ്ണ് കടന്നു വരുന്നതെങ്കിൽ അവളെ തീരീറ്റിക്കും. അമ്മായിമ്മ പ്രശ്നമുണ്ടാക്കും, അമ്മോശം പ്രശ്നമുണ്ടാക്കും, കുത്തുവാക്കുകൾ പറയും, ശകാരങ്ങൾ പറയും, കുറ്റപ്പെടുത്തും, അവഗണിക്കും. അവള് തൊട്ടതിനൊക്കെ കുറ്റമായിരിക്കും. സമാധാനവും സ്വൈരവും നശിക്കും, സ്നേഹവും സൗഹൃദവും നശിച്ച് നരകതുല്യമായിട്ട് ആ വീട് മാറും, വെറുപ്പും വിദ്വേഷവും പടരും. എന്താ ഫലം? ജീവിതം ദുസ്സഹമാകും. ഇതൊക്കെ ഈ മാർക്കറ്റിൽ നടക്കുന്ന ചതികളാണ്. അതുകൊണ്ട് ഇസ്ലാം ഇത് പറയുന്നത് അനിസ്ലാമികമാണ്, ഇത് നിഷിദ്ധാണ്. എന്തുകൊണ്ടാണ് ഇത്? ഗതികേട് കൊണ്ട് നൽകുന്ന പണമാണ് ഈ സ്ത്രീധനം. ആരും ഇഷ്ടപ്പെട്ട് കൊടുക്കണമെന്നല്ല. എത്ര പുതിയാപ്പിളാരെ മുമ്പൊന്നും അത് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോനെ എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നേന്നില്ലടാന്നൊക്കെ പറയും. മോനെ പേടിച്ചിട്ടാണ്. ഒറ്റ കൊയിച്ചുകൊണ്ടായിട്ട് അമ്മോച്ചനെ കൊണ്ടുവരും ചോദിച്ചു, നിങ്ങളൊന്ന് പറഞ്ഞാൽ കാക്ക നിങ്ങൾ കൊടുത്ത് മനസ്സറിഞ്ഞിട്ട് എന്താ പറയ കൽബിലെ ചോരല്ലേ ഞാനാ കൊടുത്തതെന്നാണ് പറയും. അല്ലേ പിച്ചച്ചട്ടിയിലിട്ട് എത്ര ആള് നമുക്ക് ആരോ പറഞ്ഞു തരണോ? പെങ്ങന്മാരെയൊക്കെ വിവാഹം നിശ്ചയിച്ച ബാപ്പ പിന്നെ അന്ന് ഉറങ്ങൂ. അന്ന് മുതൽ ഉറക്കല്ല മനുഷ്യന്. അടുത്ത പ്രസ് പോയി, എന്തിനാ? റെസിറ്റ് ബുക്ക് അടിക്കാൻ. ഇത് കിട്ടാവുന്ന അഡ്രസ്സൊക്കെ മോളോട് പറഞ്ഞു, മോളെ ഇരിക്കും, ഈ പെൺകുട്ടിനെ കൊണ്ട് തന്നെ ഇരിക്കും, പെൺകുട്ടിനെ കൊണ്ട് തന്നെ വാപ്പ ഇതുപോലെ ഇരിക്കും. എന്റെ മകൾ ഖൈറുന്നീസ വിവാഹം വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ എന്റെ അവസ്ഥ,
പറഞ്ഞേക്കാൻ നിവൃത്തില്ല, ചോദിക്കണത് ലക്ഷമാണ്, ഇത്രയാണ്, നിങ്ങളൊക്കെ കൂടി നിങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളത്. പാവപ്പെട്ട ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കത്തെഴുതും. അത് നമ്മളെപ്പോലുള്ളവർ വായിക്കും, വല്ലാത്തൊരു മനസ്സിന്റെ സങ്കടം വരും, കിട്ടാവുന്നത്ര അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ പിച്ചച്ചട്ടിയിൽ ഇങ്ങനെ കയ്യിട്ട് വാരുന്ന പുതിയാപ്പിളാരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ തിന്നത് തിന്നു, തൗബ ചെയ്തിട്ട് ഉടനെ മടക്കി കൊടുക്കണം വാപ്പാക്ക്. വാപ്പ മരിച്ചെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് അത് മടക്കി കൊടുക്കണം. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഒരു ഗതികേട് കൊണ്ട് നൽകുകയാണ്, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതല്ല, എരഞ്ഞു നടക്കാണ്. ഒരു യാചകനെ പിടിച്ചിട്ട് അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ എരന്ന് പിച്ച ചട്ടിയിൽ ഇങ്ങനെ ബസ്സിലും കാറിലും ഒക്കെ കയറിയിട്ട് ഇങ്ങനെ പിച്ച വെച്ച് ഒരു മനുഷ്യന്റെ പിച്ച ചട്ടിയിൽ അവസാനം അയാളോട് പറയണു, അതൊക്കെ കൂടി പിടിച്ചു വാങ്ങിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ചോറുന്ന അങ്ങനെ ഉണ്ടാവും? ഒരു പാവം മനുഷ്യനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടി തോറും വീട് തോറും തെണ്ടി നടന്നിട്ട് കിട്ടിയ പൈസ നമ്മൾ പിടിച്ചു പറിച്ചു. അത് പിടിച്ചു പറിച്ചിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണി തിന്നാൽ ആ ബിരിയാണിയുടെ പേരെന്താ സുഹൃത്തെ? എന്താ ഇതിന്റെ പേര്? അമ്മാതിരിത്തെ മാലിന്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ ആ തിന്നുന്നത്. ആരാന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക. ധനം ഹലാലാക്കാൻ ഇസ്ലാം പറഞ്ഞ എന്ത് വഴിയാ സുഹൃത്തുക്കളെ അതിലുള്ളത്? എന്ത് വഴിയാ അതിലുള്ളത്? ഇസ്ലാമിൽ ഒരു ധനം നമുക്ക് അനുവദനീയമാകണമെങ്കിൽ അതിന് ചില വഴിയില്ലേ? ഒന്ന്, കച്ചവടത്തിലൂടെ അല്ലാഹു ഇസ്ലാം നമുക്ക് ധനം അനുവദിച്ചിട്ടുണ്ട്. ഇത് കച്ചവടം? ഇതൊരിക്കലും കച്ചവടമല്ല. പരസ്പരം സംതൃപ്തമായിട്ട് നടക്കുന്നൊരു കച്ചവടമല്ലല്ലോ. ധർമ്മാണോ? ചിലർ പറയും ഇഷ്ടപ്പെട്ട് കൊടുത്തതല്ലേ, ദാനം കൊടുത്തതല്ലേ, ദാനധർമ്മമാണോ? എങ്കിൽ തെറ്റിപ്പിരിയുമ്പോ എന്തിനാ കണക്ക് പറയുന്നത്? ധർമ്മം കൊടുത്തതാണെങ്കിൽ പിന്നെ തെറ്റിപ്പിരിയുമ്പോ കണക്ക് പറയണോ? ദാനധർമ്മം കൊടുത്തൊരു മുതല് തെറ്റിപ്പിരിയുമ്പോ ആരെങ്കിലും കണക്ക് പറയോ? കണക്ക് പറയൂല. അങ്ങനെ കണക്ക് പറഞ്ഞാൽ അവൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഛർദിച്ചത് വീണ്ടും വാരി തിന്നി നക്കുന്ന നായ. നായ കുറെ തിന്നു, നായൻ ഛർദിച്ചു, ആ ഛർദിച്ചതിനെ നായ പിന്നെയും നക്കുക. അതിന് സമാനമാണ് ഞാൻ ധർമ്മം കൊടുത്തൊരു തിരിച്ചു വാങ്ങൽ. അപ്പൊ ധർമ്മല്ല എന്ന് ഉറപ്പാണ്. ധർമ്മാണെങ്കിൽ തെറ്റിപ്പിരിയുമ്പോൾ കണക്ക് പറയില്ല, കോടതിയിൽ കേസാ കൊടുക്കണം, ഞാൻ അത്ര കൊടുത്തെന്ന് എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പൊ ഇത് ധർമ്മമല്ല, ഇത് ധർമ്മല്ല. പിന്നെന്താ? കടമാണോ? കടം കൊടുത്തതാണെങ്കിൽ പിന്നെ മടക്കി കൊടുക്കാത്തതെന്താ? ആരെങ്കിലും മടക്കി കൊടുക്കലുണ്ടോ? ആരും മടക്കി കൊടുക്കില്ല. അപ്പൊ കടം വാങ്ങിയതുമല്ല. നല്ല നിലക്ക് ബന്ധം തുടർന്നാൽ മടക്കി കൊടുക്കാറില്ല. തെറ്റുമ്പോഴാ മടക്കി കൊടുക്കുന്നത്. കടം വാങ്ങിയതാണെങ്കിൽ നല്ല നിലക്കാണെങ്കിലും അല്ലെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ നിങ്ങളുടെ അടുത്ത് 1000 ദിർഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ലോക്യത്തിലാവട്ടെ അല്ലാതിരിക്കട്ടെ, നിങ്ങൾക്ക് 1000 ഞാൻ തിരിച്ചു തരണ്ടേ? അല്ലെങ്കിൽ എന്റെ ഖബറിൽ എനിക്ക് സൂര്യണ്ടാവോ? മഹ്ശറിൽ ഞാൻ രക്ഷപ്പെടുവോ? അപ്പൊ ഇത് കടവുമല്ല, ഇത് ദാനധർമ്മവുമല്ല, ഇത് ഒന്നുമല്ല. മറിച്ച് ചെയ്യുന്നവർക്ക് തന്നെ അറിയാ ഇത് മോശം ഏർപ്പാടാണ്, ഇത് തനിച്ച മോശം ഏർപ്പാടാണെന്ന് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം എന്താ? അത് തന്നെ മതി ഒരു നാണക്കേടാന്നുള്ളതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, ഏറ്റവും പുണ്യം എന്ന് പറയുന്ന ഒരു സൽസ്വഭാവമാണ്. വൽ ഇസ്മു, കുറ്റം പാപം എന്നൊക്കെ പറയുന്നത് മഹാക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതൊക്കെ തെറ്റാണ്. തെറ്റിന്റെ ഒരു നിർവചനാണ്. തെറ്റായി തീരാൻ നിന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിൽ എന്നും വേണ്ടിയിരുന്നില്ല, അരുതായിരുന്നു. പാവപ്പെട്ട മനുഷ്യരിൽ ഞാൻ ചോദിച്ചു വാങ്ങരുതായിരുന്നു. വഹാക ഫീ സദ്രിക അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നു. വകരിഹിത അൻ യത്ലിയ അലൈഹിന്നാസ്, സ്ത്രീധനം വാങ്ങി പെണ്ണ് കെട്ടിയവനാണ് ഇവനെന്ന് ആളുകൾ അറിയുന്നത് അവൻ വെറുക്കുകയും ചെയ്യുന്നു. നാലാളെ മുമ്പിലെത്തി അവൻ എന്തേ പറയുള്ളൂ? വാങ്ങിയിട്ടില്ല എന്നേ പറയുള്ളൂ. അത് വാങ്ങിയെന്നറിയുന്നത് നല്ല മാന്യമായ ഒരു പരിപാടിയാണെങ്കിൽ അഭിമാനത്തോടെ പറയണ്ട ഞാൻ വാങ്ങി, പക്ഷെ അവൻ പറയില്ലല്ലോ. അതന്നെ തെളിവാണെന്ത്? ഇത് മോശപ്പെട്ട പടിയാന്ന് അവനറിയാം. പിന്നെ പലപ്പോഴും മുസ്ലിയാക്കന്മാരൊക്കെ അതിന് ഓശാന പാടാറുണ്ട്. സ്ത്രീധനം ഹറാമാണ്, അനിസ്ലാമികമാണ് എന്ന് പറയാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് കൊടുത്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തില്ലേ എന്നാ പലരും പറയാറുള്ളത്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൾക്ക് ആഭരണവും മറ്റും കൊടുത്തില്ലേ? അതുകൊണ്ട് കൊടുക്കാവുന്നതെന്ന് ചോദിച്ചൂടെ എന്നാണ്. ഇപ്പൊ സ്ത്രീധനം നബിയുടെ കാലത്ത് തന്നെ അല്ലേ എന്നാണ് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നതിന് മറുപടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് കൊടുത്ത് ചോദിക്കാതെ കൊടുത്തതാണ്. സ്ത്രീധനല്ല, പിതാവിന് തന്റെ ഇഷ്ടത്തോടുകൂടി ഒരു മകൾക്ക് കൊടുക്കുക. അതിന് ഇസ്ലാം ഒരിക്കലും ഹറാമായ സ്ത്രീധനല്ലത്. ഒരു പിതാവ് തന്റെ മകൾക്ക് ആരും ആവശ്യപ്പെടാതെ
ആരുടെയും നിർബന്ധമല്ലാതെ വിവാഹം കഴിപ്പിച്ചു പോകുമ്പോ അല്ലെങ്കിൽ വീട് മാറി താമസിക്കുമ്പോ ഒരു മകൾക്ക് വേണ്ടി ഒരു പിതാവ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിവിടെ ആരും ഹറാമാന്ന് പറയുന്നില്ല. മറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, വിവാഹത്തിന്റെ നിബന്ധനയായി ഡിമാൻഡായിക്കൊണ്ട് വിവാഹത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഇവനോ ഇവന്റെ വീട്ടുകാരോ ബന്ധപ്പെട്ടവരോ സ്ത്രീകളുടെ രക്ഷിതാക്കളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നത് സൂചനയിലൂടെയോ ഏത് രൂപത്തിലാണെങ്കിലും അങ്ങനെ ആ രൂപത്തിൽ അതാ സ്ത്രീധനം. അല്ലാതെ ഒരു പിതാവ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊടുത്താൽ അത് നിഷിദ്ധല്ല, അത് വിവാഹത്തിന്റെ നിബന്ധനയല്ല, അത് ചോദിക്കുന്ന പ്രശ്നം വരുന്നില്ല. കിട്ടിയില്ലെങ്കിൽ പിണങ്ങൂല, ബന്ധം ഒഴിയൂല. അതിനാൽ തന്നെ അത് ഈ പറയുന്ന ഇനത്തിൽ പെടൂല. ഇനി മാത്രല്ല, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് നടന്ന സംഭവം എന്താണ്, മകളുടെ കാര്യത്തിൽ എന്താ നടന്നത്, അതുമാണല്ലോ നമ്മളൊന്നറിയാം. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈനബ ബീവിയെ വിവാഹം നടത്തുന്ന സമയത്താണ് മകളായ സൈനബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ സൈനബ ബീവിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് പ്രവാചകനാകുന്നതിന്റെ മുമ്പാ, അള്ളാന്റെ റസൂലാകുന്നതിന്റെ മുമ്പാണ് സൈനബയെ കെട്ടിക്കുന്നത്. വരനാര അബുല്ലാസ്, അന്ന് മുശ്രിക്കാണ് അദ്ദേഹം. വിവാഹവേളയിൽ പണക്കാരിയായ ഭാര്യ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ഖദീജ ബീവി നല്ല പണമുള്ളവരാണ്. അന്ന് അവരെന്ത് ചെയ്തു, ഒരു മാല സൈനബിന് ദാനമായിട്ട് കൊടുക്കുകയാണ്. അതാപ്പോ ഈ സ്ത്രീധനത്തിന്റെ തെളിവായിട്ട് എടുത്തു പറയുന്നത്. ഒരു മാല സൈനബ ബീവിക്ക് ഖദീജ റളിയല്ലാഹു അൻഹ അവർ പണക്കാരിയായതുകൊണ്ട് ഒരു മാല കൊടുക്കുകയാണ്. ഇതും സ്ത്രീധനവും തമ്മിൽ എന്ത് ബന്ധം? പിടിച്ചു പറയാ, വിലവേശിയതാ? ഒന്നുമല്ല. കിട്ടിയില്ലെങ്കിൽ അടിയും ഇടിയും തൊഴിയുമല്ലേ ഇന്നത്തെ സ്ത്രീധനം. ഇതല്ല. മറ്റേ സംഭവം ഏതായി? ഇസ്ലാം പ്രവാചകനായതിന്റെ ശേഷം നടന്ന സംഭവമാണ് അടുത്തത്. അത് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ച സവരച്ചരം. അന്ന് അലി റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ മകളെ കല്യാണം കഴിച്ചപ്പോഴല്ല കൊടുക്കുന്നത്, കുറെ കഴിഞ്ഞ് വീട് കൂടാൻ ഒരുങ്ങുമ്പോഴാണ്. ഹിജറ 1-ാമത്തെ വർഷം റജബിലാണ് വിവാഹം നടക്കുന്നത്. അത് മനസ്സിലാക്കണം. ഹിജറ 1-ാമത്തെ വർഷം റജബ് മാസത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ നിക്കാഹ് ചെയ്യുന്നത്. അന്ന് മഹറന്ത ഒരു പടയങ്കി, യുദ്ധോപകരണമായ ഒരു പടയങ്കിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾക്ക് മഹറായിട്ട് നിശ്ചയിക്കുന്നത്. അങ്ങനെ 1-ാം വർഷം റജബിൽ നിക്കാഹ്. 2-ാമത്തെ കൊല്ലം ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ആരുമായിട്ട് വീട് കൂടുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടുന്നത്. അങ്ങനെ അവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? മകളും മരുമകനും ഒരു സ്ഥലത്തേക്ക് വീട് താമസം മാറ്റിയാണ്. അവര് വീട് താമസം മാറ്റിയാണ്. കല്യാണാലോചനയല്ല ഇത്, ഉറപ്പിക്കലല്ല, നിശ്ചയമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു വർത്താനമല്ല. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യാഭർത്താക്കളായ ഇവര് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകും ഒരു വീട്ടില്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ പറഞ്ഞയച്ചപ്പോ ആരും ചോദിക്കാതെ തന്നെ ചില സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. അതാപ്പോ ശ്രീധന എന്ന് പറഞ്ഞിട്ട് ഇന്ന് നടക്കുന്നത്. ചില സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. അതന്നെ എന്ത്? കീറിയ ഒരു കിടക്ക, തോല് കൊണ്ടുള്ള ഒരു തലയിണ, അതിൽ നിറച്ചിട്ടുള്ളത് പഞ്ഞിയും പരുത്തിയൊന്നുമല്ല, ചണനാരി, പരിക്കനായ ചണനാരി. അതുപോലെ തന്നെ വെള്ളം സൂക്ഷിക്കാൻ പറ്റിയ ഒരു തോൽപാത്രം, പൊടി ധാന്യമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വേറൊരു പാത്രം. ഇതാണ് ഇപ്പൊ മകളുടെ വീട് കൂടലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയക്കുന്നത്. ഇത് ചോദിച്ചതോ സൂചിപ്പിച്ചതോ ഒന്നുമല്ല. കണ്ടറിഞ്ഞ് തന്റെ ദരിദ്രനായ തന്റെ മരുമകനും തന്റെ മകളും പുതിയൊരു വീട്ടിക്ക് താമസം മാറില്ലേ, അവർക്ക് ആവശ്യമുള്ളൊരു സാധനം ആ പിതാവ് സഹായിച്ചു എന്നതേയുള്ളൂ. അതിനിപ്പോൾ ആർക്കതിൽ തർക്കം? കല്യാണം കഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ മകളും മരുമകനും. അവരൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോ അമ്മോശാക്ക ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കൊടുത്താൽ അതിൽ യാതൊരു തകരാറില്ല. ഇത് അലിയുടെയും ഫാത്തിമയുടെയും വിവാഹത്തിന്റെ ഘട്ടത്തിൽ വിലപേശിയിട്ട് വാങ്ങിയതോ സൂചിപ്പിച്ചു വാങ്ങിയതോ ബന്ധമൊഴിയും ഇല്ലെങ്കിൽ എന്ന ഭീഷണിയുള്ളതോ ഒന്നുമല്ല. എന്നിട്ട് ഇന്നത്തെ സ്ത്രീധനത്തിന് മുസ്ലിയാക്കന്മാർ ഇതൊക്കെ തെളിവായിട്ട് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ് സുഹൃത്തുക്കളെ. ഞാനൊരു 3-4 ഉദ്ധരണികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്ന്, സുന്നി വോയിസിൽ 2004 ജനുവരിയിൽ വന്നതാണ്. സ്ത്രീധനം അനിസ്ലാമികം എന്ന അപശ്രുതി പരന്നതോടെ പാവപ്പെട്ടവർ കണ്ണീര് കുടിക്കേണ്ടി വന്നിരിക്കുകയാണ്. മുസ്ലിയാക്കന്മാരെ സ്ത്രീധനം അനിസ്ലാമിക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ പാവപ്പെട്ടവർ എന്ത് കുടിക്കേണ്ടി വരുന്നത്? കണ്ണീര് കുടിക്കേണ്ടി വരുന്നത്. കേട്ടോളൂ ന്യായീകരണം. കാരണം എന്താ? അനിസ്ലാമികമാണെങ്കിൽ അതിന് സഹായിക്കുന്നതും കുറ്റകരമാകുമല്ലോ. അപ്പൊ അനിസ്ലാമികത്തിന് സഹായിക്കാൻ ആളെ കിട്ടാതെ സ്ത്രീധന അനിസ്ലാമിക എന്ന് ഇവര് പറഞ്ഞതോടുകൂടി, വഹാബികൾ പറഞ്ഞതോടുകൂടി പാവപ്പെട്ടവർ കണ്ണീര് കുടിക്കുകയാണ്. കാരണം എന്താണ്? അനിസ്ലാമികത്തിന് പിന്നെ ആരോരും സഹായിക്കോ? അപ്പൊ ഫലത്തിൽ ഇപ്പാക്കൊന്നും കിട്ടൂലല്ലോ, ഇരക്കണം തന്നെ. ചുരുക്കത്തിൽ സ്ത്രീധനം അനിസ്ലാമികം എന്ന വാദമാണ് പാവപ്പെട്ടവന് വിനയായി തീർന്നത്.
സ്ത്രീധനം അനിസ്ലാമികം എന്ന വാദമാണ് പാവപ്പെട്ടവന് എന്തായിത്തീർന്നത്, വിനയായിത്തീർന്നത്. സുന്നി വോയ്സ് 2004 ജനുവരി ലക്കം അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എന്നുള്ള മുജാഹിദിന് രാജിച്ചു പോയ ആളാണ്. അയാൾ വലിയ കാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനിയും കേട്ടോ, സമസ്ത മുഷാവറയുടെ പ്രധാന തീരുമാനങ്ങൾ എന്ന തലക്കെട്ടിൽ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതുകയാണ്. സുന്നി വോയ്സിൽ 2002 മാർച്ച് ലക്കത്തിൽ കാണാം, സ്ത്രീധനം ബ്രാക്കറ്റിൽ കാശ് പണം വാങ്ങൽ സംബന്ധിച്ച് ഓർക്കാട്ടേരിക്കാരുടെ ചോദ്യത്തിന് അത് ശറഅ് വിരോധിച്ചിട്ടില്ലെന്ന് മറുപടി കൊടുക്കാൻ ജോയിന്റ് സെക്രട്ടറിയെ അധികാരപ്പെടുത്തി. കണ്ടോ, സമസ്തയിലേക്ക് ചോദ്യം വന്നാണ്, കാലഘട്ടത്തിലെ സ്ത്രീധനം ഹറാമാണോ? ഓർക്കാട്ടേരിക്കാരനാണ് ചോദ്യം. കോഴിക്കോട് ജില്ലയിലെ വടകര ഓർക്കാട്ടേരിക്കാരന്റെ ചോദ്യത്തിന് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയെ സമസ്ത മുഷാവറ ഉത്തരവാദപ്പെടുത്തിയത് അത് ശറഅ് വിരോധിച്ചിട്ടില്ല ഫത്വ കൊടുക്കാൻ. ഇനിയും കേട്ടോ, സ്ത്രീധനം ഹറാമാണെന്നതിന് തെളിവ് വന്നിട്ടില്ല. അത് അനുവദനീയമായതിനാലാണ് ഇന്നത്തെ സ്ത്രീധന സമ്പ്രദായത്തെ പണ്ഡിതന്മാർ എതിർക്കാത്തത്. കൂടാതെ ഒരു പെണ്ണിനെ അവളുടെ സ്വത്തിനു വേണ്ടിയും വിവാഹം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെ 4 കാര്യത്തിന് വിവാഹം കഴിക്കപ്പെടുന്ന ഹദീസിലില്ലേ? അവരുടെ ധനം, അവരുടെ സമ്പത്ത്, സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ധനം എന്നും പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീധനം ഹറാമാണെന്ന് പറയാൻ പറ്റൂല. ഇത് മറ്റേ വിഭാഗത്തിന്റെ സുന്നി അഫ്കാർ 1993 നവംബർ 10. ഇതേ കാര്യം തന്നെ 1993 ഓഗസ്റ്റ് ലക്കത്തിൽ സുന്നി വോയിസിൽ 2 ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്. മാത്രല്ല നമ്മുടെ പ്രസിദ്ധമായ നാദാപുരം ഖണ്ഡനത്തിന്റെ വേളയിൽ നമ്മുടെ പേരോട് മുസ്ലിയാര് മൂപ്പര് സ്ത്രീധനത്തിന് തെളിവൂതിയതാ. എന്താ വിഷയം? നിങ്ങൾ സ്ത്രീകൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് മഹർ കൊടുക്കണം എന്നാണ് അതിന്റെ തുടക്കം. നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ സംതൃപ്തിയോടെ മഹർ കൊടുക്കണേ. എന്നിട്ടല്ല തുടർന്ന് പറയുന്നു, ശേഷം അല്ല പറയുന്നതിന്റെ ആശയം എന്താണ്? ആ കിട്ടിയ മഹറിൽ നിന്ന് ആ സ്ത്രീകൾ അവരുടെ മനസ്സാ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും തന്നാൽ നിങ്ങളത് ഭക്ഷിച്ചോളൂ, വിരോധമില്ല. നമ്മൾ കൊടുത്ത മഹർ നമുക്ക് പിന്നെ അവകാശപ്പെട്ടതല്ല. എന്നാൽ ആ പെണ്ണ് അവളുടെ ഇഷ്ടപ്രകാരം നമുക്കതിൽ നിന്ന് വല്ലതും തന്നാൽ നമുക്ക് തിന്നാം എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇതാണ് മൂപ്പരെ എന്തിനു തെളിവാക്കിയത്? സ്ത്രീധനം വാങ്ങാന്നുള്ളതിന് തെളിവാക്കിയത്. അതുകൊണ്ട് ആ ഖണ്ഡന പ്രസംഗം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ടാൽ അത് ഒരുപാട് അയാളെ പിടിച്ചു തൂങ്ങാൻ നോക്കി. പക്ഷേ രക്ഷ ഉണ്ടായില്ല. കാരണം ഇത് സ്ത്രീധനത്തെ പറ്റി അല്ല പറയണതന്നെ, മഹറാ പറയുന്നത്. മഹറെന്ന് വല്ലതും നമുക്ക് തന്നാ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അത്രത്തോളം കരുളുറപ്പും കൽബുറപ്പും അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ നേരെ നടത്താൻ മടിയില്ലാത്തൊരു വിഭാഗം നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും മോശാന പാടുകയാണ് പലപ്പോഴും. ഒരർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കാൻ എത്രത്തോളം പല മഹല്ലുകളിലും പ്രിയമുള്ളവരെ സ്ത്രീധനത്തിന്റെ തുകയുടെ തോതനുസരിച്ച് കമ്മീഷൻ പറ്റുന്ന മഹല്ലുകൾ വരെയുണ്ട്. കമ്മീഷൻ പറ്റുക ഒരു നിക്കാഹ് നടന്നാൽ അന്വേഷിക്കും കമ്മിറ്റി എത്രയിലെ സ്ത്രീധനം, എന്നാ അതിന്റെ എത്ര പെർസെന്റേജ് പള്ളിയിൽക്കാണ്. പള്ളി പരിപാലനത്തിന് വാങ്ങാൻ കണ്ട ഒരു പൈസ പിച്ചച്ചട്ടിയിൽ കജ്ജിട്ട് വാരിയിട്ട് അതിന്റെ ഒരു പങ്ക് പള്ളി പരിപാലനത്തിന് എത്രത്തോളം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിനൊക്കെ മാറ്റങ്ങൾ അനിവാര്യമാണ്. എങ്ങനെ മാറണം? നമ്മൾ മാറണം. മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? ഓരോരുത്തരിൽ നിന്നും തുടങ്ങണം. ബോധവൽക്കരണം നടക്കണതിലൊക്കെ സ്ത്രീധനം കുറ്റകരമാണ്, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കണം. അതിന്റെ ദൂഷ്യവശങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. ദുരന്തം പേറുന്ന ആയിരങ്ങളുടെ കണ്ണുനീരവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കണം, ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും സർക്കാർ വിരോധിച്ചാലും ഇല്ലെങ്കിലും സർക്കാരിന്റെ നിയമത്തിൽ നമ്മൾ പെട്ടാലും പെട്ടില്ലെങ്കിലും ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹു കാണും, അള്ളാഹു അറിയും, പരലോകത്ത് വിചാരണയുണ്ടാകുമെന്ന ബോധം ഉണ്ടാക്കണം. സ്നേഹമാണ്, പണമല്ല കുടുംബജീവിതത്തിന്റെ മാനദണ്ഡം. ഭദ്രതക്ക് ആവശ്യം പണവും സൗകര്യങ്ങളൊന്നുമല്ല, സ്നേഹമുള്ള തരലാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കണം. സമൂഹത്തെ പഴിക്കാതെ, മറ്റുള്ളവനെ കുറ്റപ്പെടുത്താതെ ഓരോരുത്തരും അവരവരുടെ കാര്യത്തിലെങ്കിലും ഒരു മാറ്റത്തിന് തയ്യാറാവണം. വാങ്ങുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കണം. വാങ്ങിയവർ തിരിച്ചു കൊടുക്കണം. സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് വാങ്ങിയവരുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് നമുക്ക് ഹലാലല്ല. ആ മുതല് ഹലാലല്ല. മാത്രല്ല, പൈസ ഇല്ലാതെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ടും
പണമില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാതെ ജീവിത ചെലവ് താങ്ങാതെ എത്രയോ ചെറുപ്പക്കാരൻ. അത്തരം പുരുഷന്മാരെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കണം. സ്ത്രീധന ഫണ്ടല്ല ഉണ്ടാക്കേണ്ടത്, കല്യാണ ഫണ്ട് പുരുഷന്മാർക്ക് കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ കഴിവില്ലാതെ കല്യാണം കഴിക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരെ സഹായിക്കണം. അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. അവർക്കാണ് നമ്മൾ പണം കൊടുക്കേണ്ടത്. അങ്ങനെ സമൂഹം പുരുഷന്മാരെ സഹായിക്കുമെന്ന് വന്നാൽ പുരുഷന്മാർ ഈ രംഗത്തേക്ക് മുന്നോട്ട് വരും, സ്ത്രീധനം ഇല്ലാതെയാകും. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് കുറിക്കല്യാണവും പണം പയറ്റും എരക്കലും എന്തൊക്കെയാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മാറ്റം ഓരോരുത്തരുമാണ് മാറേണ്ടത്. സ്ത്രീധന ഫണ്ടുകളൊക്കെ നിരുത്സാഹപ്പെടുത്തണം. സ്ത്രീകളുടെ വീട്ടുകാരിൽ നിന്ന് വസൂലാക്കുന്ന അത്തരത്തിലുള്ള ദുരന്തം, രസീത് ബുക്കടിച്ചിട്ട് ഊരി തണ്ടുന്ന, നാടൊട്ടാകെ തെണ്ടി നടക്കുന്ന, മനുഷ്യനെ തെണ്ടിയാക്കുന്ന, അതിന് വേണമെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെയോ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ ഒരു ശുപാർശ കത്തും ഉണ്ടാവും. ഈ വരുന്ന വ്യക്തി നമുക്ക് വേണ്ടപ്പെട്ട ആളാണുങ്ങളൊക്കെ സഹായിക്കണം. എന്ത് കാര്യമുണ്ട്? അതൊന്നുമല്ല അതിനുള്ള പരിഹാരം. സുഹൃത്തുക്കൾ, ഇതിനൊക്കെ അറിവ് വരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സ്ത്രീധനം ചോദിക്കുന്നത് പലപ്പോഴും പല ആൾക്കാരും പറയലുണ്ട്. ഇവിടുന്നൊക്കെയുള്ള ആൾക്കാർ നാട്ടിൽ പോയിട്ട് പറയും, ഞാൻ എന്താ ചെയ്യാ, എന്റെ വാപ്പയല്ലേ ചോദിച്ചത്, അമ്മാവൻ ചോദിച്ചാണ്, ഞാൻ അറിയില്ലായിരുന്നു. അതൊക്കെ കാപട്യമാണ്. പരലോകത്തോട് പറയാൻ പറ്റുമോ? എന്റെ ബാപ്പന്റെ പേരിൽ വാങ്ങിയതാണ്, എന്റെ അമ്മാവൻ വാങ്ങിയതാണ്. സ്റ്റേണായിട്ട് നിൽക്കണം. അവിടെയാണ് പുരുഷന്റെ പൗരുഷം തെളിയിക്കേണ്ടത്. വാങ്ങൂലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വാങ്ങൂല. അത് കാരണവര് പറഞ്ഞാലും അമ്മാവൻ പറഞ്ഞാലും ബാപ്പ പറഞ്ഞാലും ഞാനൊരു ചെയ്യൂല. മാത്രല്ല, മകന് വേണ്ടി ഞാൻ വാങ്ങിയതാണെന്ന് പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ ഒരു രക്ഷിതാവിന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയോ? ആർക്ക് വേണ്ടി വാങ്ങിയോ ആ മകൻ പോലും നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ഒക്കെ പരസ്പരം ശത്രുക്കളായിട്ട് മാറും. മാത്രല്ല സുഹൃത്തുക്കളെ, ഇതിലൊരു അനീതിയില്ലേ? ഒരാൾക്ക് ആൺമക്കളും പെൺമക്കളുമായിട്ട് മക്കളുണ്ടെങ്കിൽ മകളുടെ വിവാഹത്തിന്റെ സമയത്ത് 100ഉം ലക്ഷങ്ങളും കൊടുക്കുക. മകനൊന്നും കിട്ടണില്ല. മകനെന്തേലും കിട്ടുന്നുണ്ടോ? മകന് വല്ലതും കിട്ടുന്നുണ്ടോ? ഒക്കെ പെൺകുട്ടികൾക്കാ കൊടുക്കുന്നത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു രക്ഷിതാവ് തന്റെ ഒരു മകന് ഇഷ്ടദാനമായിട്ട് മുതൽ കൊടുത്തപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വിവരമെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ? എല്ലാവർക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നമ്മ മടക്കി വാങ്ങാൻ. ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ മനസ്സിലാക്കണം, ചിന്തിക്കണം. പന്നന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രദേശ് സഹോദരന്മാര് തീ തിന്നുകയാണ് പ്രവാസ ലോകത്ത്. എല്ലാം പെങ്ങൾക്ക് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ ഓരോ നിയമങ്ങളും പ്രമാണബദ്ധമായ നിലക്ക് മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുവാനും ഇസ്ലാമികമായ നിയമങ്ങളോട് അതിൻ്റെതായ പരിഗണനയും ബഹുമാനവും നിലനിർത്തുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ആസ്പത്രികളിലും വീടുകളിലുമൊക്കെയായി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം സമ്പൂർണമായി ശിഫ നൽകിക്കൊണ്ട് ആരോഗ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.